SIR കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹാലിളകിയിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അരങ്ങേറിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, അവിടെ വന്ന് വളരെയധികം ക്ഷുഭിതയായി മാറുകയൊക്കെ ചെയ്തു. ഇത്തരത്തിൽ ക്ഷുഭിതയാകാൻ എന്താണ് ഇതിന് പിന്നിലുള്ളത്? ക്ഷുഭിതയെന്ന് മാത്രമല്ല, ആ ഗാനേഷ് കുമാറിന്റെ മേശപ്പുറത്ത് അടിച്ച് ബഹളമുണ്ടാക്കി ഒരു മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ സമീപിക്കുമ്പോൾ കാണിക്കേണ്ട മിനിമം മര്യാദകൾ പോലും ഇല്ലാതെയാണ് മമത പെരുമാറിയത്. മമതയ്ക്ക് ഹാലിളകിയിരിക്കുകയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാരണം 58 ലക്ഷം പേരാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അത് അന്യ ദേശക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ ഒക്കെ ആയിട്ടുള്ളവരാണെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് SIRൽ അവരെ പുറത്താക്കിയിരിക്കുന്നത്. ഇതിലൂടെ മമതയും പുറത്തു പോകുന്നു എന്ന് സാരം. മമതയ്ക്ക് പുറത്തു പോകാനുള്ള വഴി ഒരുങ്ങിയോ എന്ന് മമത ഭയക്കുന്നു. കാരണം 293 സീറ്റുള്ള ബംഗാൾ നിയമസഭയിൽ 58 ലക്ഷം വോട്ടെന്ന് പറഞ്ഞാൽ ഓരോ നിയമസഭയിലും മണ്ഡലത്തിലും എത്ര സീറ്റ് വീതം, എത്ര വോട്ട് വീതമാണ് കുറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് കുറേ നാളായിട്ട്, അതായത് 3 ടേം മമത ഭരിച്ച കാലത്ത് 2011 മുതൽ മമത നടത്തി വരുന്ന ഒരു നാടകമാണിത്. ഇങ്ങനെ വരുന്ന നുഴഞ്ഞുകയറ്റക്കാരെയും നിലവിലുള്ള അവിടുത്തെ അനധികൃത സിറ്റിസൻസിനെയും ബംഗ്ലാദേശ് സിറ്റിസൻസിനെയും പതുക്കെ ഏതെങ്കിലുമൊക്കെ വ്യാജരേഖകളോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവരുടെ രേഖയിൽ പടം മാറ്റി സ്ഥാപിച്ചുകൊണ്ടോ ഒക്കെയാണ് പുറത്താക്കിയിരുന്നത്. മുമ്പൊരു NIAയുടെ ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ, അവർ ചെന്ന സ്ഥലങ്ങളിൽ ഈ നദികളിലൊക്കെ വ്യാജ ID കാർഡുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. ഇവർ റെയ്ഡിന് ചെല്ലുന്നു എന്ന് പറയുമ്പം ചാക്കിൽ കെട്ടിയിട്ട് ID കാർഡുകൾ ഇങ്ങനെ നദിയിലൊക്കെ ഒഴുക്കുകയാണ്, കെട്ടിത്താക്കുകയാണ്. അത് പിന്നീട് എങ്ങനെയെങ്കിലും പൊട്ടി തുറന്നോ അല്ലെങ്കിൽ ഒഴുക്കിനിടയിൽ ഈ ചാക്ക് പൊട്ടിയോ ഒക്കെ നദിയിലിങ്ങനെ ഒഴുകി നടക്കുക ID കാർഡുകൾ. അപ്പോൾ ഈ ID കാർഡുകൾ പലതും പരിശോധിച്ചപ്പോൾ ഇതിൽ കാണുന്നത് പഴയ മരിച്ചുപോയവരോ അല്ലെങ്കിൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോയവരോ ആയവരുടെ ID കാർഡുകളിൽ വോട്ടർ ID ഉൾപ്പെടെയുള്ളതിൽ പടം മാറ്റിക്കൊണ്ട് ആണ് പലരും ഫേക്ക് IDകൾ ഉണ്ടാക്കി നിൽക്കുന്നതെന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള 58 ലക്ഷം പേരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. പിന്നെ പുതിയതായി ആധാർ ഇല്ലാത്തവര്, റേഷൻ കാർഡ്, മറ്റു രേഖകളൊന്നും ഇല്ലാത്തവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ വ്യാജ ID ഉള്ളവർ മാത്രമല്ല, ഇതൊന്നും ഇല്ലാത്തവരും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ 58 ലക്ഷം പേരെ പുറത്താക്കിയപ്പോൾ മമതയ്ക്ക് ഇപ്പം ഹാലിളകാതെ നിവൃത്തിയില്ല. മമത ഇതിങ്ങനെ ബുദ്ധിപൂർവ്വം അവർക്ക് വോട്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ ഒരിടത്തല്ലല്ലോ, ഇത് പല സ്ഥലത്തായിട്ട് അവർ വിന്യസിച്ച് ഇവരെ മാനേജ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മുഴുവൻ ജയിച്ചിരുന്നതെന്നാണ് മമതയെക്കുറിച്ചുള്ള BJPയുടെ വലിയ പരാതി. അവിടുത്തെ മറ്റ് പ്രതിപക്ഷക്കാരുടെയും പരാതി ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് കോൺഗ്രസും CPM പോലും മമതയുടെ ഈ ആർഗ്യുമെന്റിനൊന്നും വലുതായിട്ട് തൊടാത്തത്. കാരണം അവർക്കറിയാം ഇത് തൊടാൻ പോയാൽ നമുക്ക് തിരിച്ചടിയാകും. കാരണം ബംഗാളിലെ ജനതയ്ക്കറിയാം ആർക്കൊക്കെയാണ് അവിടെ വ്യാജ വോട്ടുള്ളത്, ആരൊക്കെയാണ് മമതയുടെ പിന്നിൽ ഇതുപോലെ 58 ലക്ഷം ഇങ്ങനെ അണിനിരന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാരുള്ളത് ബംഗാളിലാണ്. തീർച്ചയായിട്ടും. ബീഹാറിൽ നിന്നുള്ളവർ ഓടിപ്പോയി അവിടെ താമസിക്കുന്നതായി പറയുന്നത്. ബീഹാറിൽ SIR വന്നപ്പം പേടിച്ച് കുറേ പേര് അങ്ങോട്ട് പോയി, കാരണം സേഫ് ബംഗാളാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവരെ തുഴഞ്ഞു കയറി പോയവരുണ്ട്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് തന്നെയാണ് എന്നാണ് റോഹിംഗ്യൻസിന്റെ വിശ്വാസം. അസാമിലും ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. അസാമിലുണ്ട്. അസാമിൽ ഇത്രയും വരുന്നില്ല. പിന്നെ അവിടെ SIR നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ പരാതി. അവിടെ SIR എന്താ നടപ്പിലാക്കാത്തത്? അവിടെ SIR നടപ്പിലാക്കാത്തത് അവിടെ ഇപ്പം പൗരത്വ ബില്ല് നിയമപ്രകാരമുള്ള മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പൗരത്വ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, സിഖുകാര്, മുസ്ലിം, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, ബുദ്ധൻ, ജൈനൻ, ഇങ്ങനെ പലരും വളരെ വർഷങ്ങളായിട്ട് 1971 1947 ഒക്കെ ഇന്ത്യയിൽ കുടിയേറി ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് അവർക്ക് വോട്ടർ ID ഇല്ലാത്തവർ, അവർക്ക് പൗരത്വം ഇല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാലേ അവിടെ SIR നടപ്പിലാക്കൂ എന്നുള്ളതാണ്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ പൗരത്വം SIR നടപ്പിലാക്കാത്തത്, ഇവിടെ മാത്രം നടപ്പിലാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മമത നിൽക്കുന്നത്. അതുകൊണ്ട് മമത ഇപ്പം സുപ്രീം കോടതിയിലും സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതിയിലും ഇത് ഏൽക്കുമെന്ന് മമതയ്ക്ക് വിശ്വാസമില്ല.
കാരണം സുപ്രീം കോടതിയുടെയും സമ്മതത്തോടു കൂടിയാണ് SIR നടപ്പിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്. വ്യാജരേഖകളൊന്നും എഗ്രി ചെയ്യേണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആധാർ ഉള്ളത് അംഗീകരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ബാക്കി വ്യാജരേഖകളൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല. അല്ല, ആധാറിൽ വ്യാജനില്ല. അപ്പം അതിൽ വ്യാജനുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലും തടയാൻ മാർഗമുള്ളൂ. അല്ലെങ്കിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, അത് ആധാർ വെച്ച് കയറിയതാണെങ്കിൽ അതൊന്നും വെട്ടിമാറ്റിയിട്ടില്ല. അതൊന്നും വെട്ടിമാറ്റാതിരിക്കാനാണ് സുപ്രീം കോടതി അന്നങ്ങനെ പറഞ്ഞത്. അപ്പം എന്നിട്ടും 58 ലക്ഷം പേരെന്ന് പറയുമ്പം എന്തൊരു വലിയ നമ്പറാണത്. 58 ലക്ഷം, അരക്കോടിയിലധികം ആളുകൾ ഒരു സംസ്ഥാനത്ത് കുടിയേറിയിരിക്കുന്നു. അനധികൃതമായി കുടിയേറിയിരിക്കുന്നു. അവർ അന്യ സംസ്ഥാനക്കാരാണ്, അല്ല അന്യ രാജ്യക്കാരാണ് എന്ന് വരുന്നത് വലിയ അല്ല, അത് രാജ്യത്തിന് തന്നെ ഭീഷണി, രാജ്യദ്രോഹമല്ലേ? പിന്നെ അതൊരു വലിയ രാജ്യദ്രോഹമാണ്, രാജ്യത്തിന് ഭീഷണിയാണ്. അതാണ് നരേന്ദ്രമോദി അമിത്ഷായും അടുത്ത ഇലക്ഷന് പ്രധാന വിഷയമാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിക്കാനുള്ള അന്നം, നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സബ്സിഡി, നിങ്ങൾക്ക് തരുന്ന ഗ്യാസ് കണക്ഷൻ, ഇതൊക്കെ ബംഗ്ലാദേശി കൊണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ സഹിക്കും? ഇവിടെ ഇന്ത്യൻ പൗരന് തന്നെ നമ്മൾ എന്തെങ്കിലും കൺസെഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു റിസർവേഷൻ, ഒരു പ്രത്യേക ആനുകൂല്യം കൊടുത്താൽ അതിനെതിരെ ബഹളം വയ്ക്കുന്നവരാണ് നമ്മുടെ ആളുകൾ, അല്ലേ? അപ്പോൾ വേറൊരു രാജ്യത്തുള്ള ആളിന് ഇവിടെ ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുമ്പം അതിനെതിരെ പ്രതിഷേധിക്കാൻ ഒത്തിരി പേര് ബംഗാളിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP ഇത്തവണത്തെ ഇലക്ഷനിൽ ഞങ്ങൾ വിജയം കൊയ്യും, മമതയെ പൂട്ടിക്കും എന്ന് പറയുന്നത്. ഈ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ചില 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ഉന്നം വയ്ക്കുന്നത് ബംഗാൾ തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിനേക്കാൾ പ്രധാനമായിട്ട് അവർക്ക് ബാക്കി പ്രദേശങ്ങളിലൊന്നും അത്ര ഹോപ്പ് ഉള്ളതായിട്ടില്ല. ബംഗാളാണ് അവർ ഈ ഇലക്ഷനിൽ ബാക്കിയുള്ള 5-ലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നത്. ആസാമും കൂടെ കിട്ടും, അത് 2 എണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 3 അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അതിൽ തമിഴ്നാടും കേരളവും ഒട്ടും പ്രതീക്ഷ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വിജയ് വീണ്ടും തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഭവിക്കുന്നതെന്നും പറയാറായിട്ടില്ല. കാരണം അവിടെ ഇപ്പോൾ ആൻറ്റി ഇൻകമൻസി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് വിജയുടെ നേതൃത്വത്തിൽ സ്പ്ലിറ്റ് ചെയ്യും, ഒന്ന് BJP AIDMKയുടെ നേതൃത്വത്തിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് ഇനി ഗുണം വരാൻ പോകുന്നത് ആർക്കാണ്? DMKക്ക് തന്നെയാണോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ പോകുന്നത്. കേരളത്തിലും BJP അധികാരത്തിൽ വരുമെന്ന് അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ പോണ്ടിച്ചേരിയിൽ അന്നത്തെ പോലെ കൂട്ടു രീതിയിൽ എന്തെങ്കിലും പിന്നീട് ആഫ്റ്റർ ഇലക്ഷനോ ബിഫോർ ഇലക്ഷനോ എന്തെങ്കിലുമൊക്കെ അലൈൻമെൻറ്റ്സ് ഉണ്ടായി വലുതും വന്നാലേ ഉള്ളൂ. എന്തായാലും അവർക്ക് പ്രതീക്ഷയുള്ളത് ആസാമും പിന്നെ ബംഗാൾ മാത്രം. അല്ല, ബംഗാളിൽ ഏതാണ്ട് പ്രധാന പ്രതിപക്ഷമല്ലേ? പ്രധാന പ്രതിപക്ഷമാണ്. പക്ഷേ ആരും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഇതുവരെ അങ്ങനെ ശക്തമായി കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ 58 ലക്ഷം അല്ല, അവരുടെ 72 ലക്ഷം പേര് ഇത്തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ സുപ്രീം കോടതിയുടെ ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ട് കുറേ പേരെ പുറത്താക്കാൻ പറ്റാതുണ്ട്. ഇപ്പോഴും മുഴുവൻ പേരെയും പുറത്താക്കിയിട്ടില്ല. അപ്പോൾ ഇത് 1 കോടിക്ക് അടുപ്പിച്ച് വരുന്ന ഒരു ജനത അവിടെ ഉണ്ട്. പക്ഷേ അതിൽ കുറേ പേരൊക്കെ വളരെ മുമ്പേ വന്നതാണ്. അപ്പോൾ അവരെയൊന്നും പുറത്താക്കാൻ കഴിയുന്നത് ശ്രമിക്കരുത്. 2-3 വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ ഉള്ളവരെ ഉൾപ്പെടുത്തി പോകണമെന്നൊക്കെ ഉള്ള സുപ്രീം കോടതിയുടെ ചില മാനദണ്ഡങ്ങളൊക്കെയാണ് ഇപ്പോഴും അവരെ ഇലക്ഷൻ കമ്മീഷനെ SIRൽ കൂടുതൽ വെട്ടുകൾ വരുത്താതിരിക്കാൻ സഹായിക്കുന്നത്. എന്നിട്ട് പോലും 58 ലക്ഷം പേര്, അതെന്ത് ഭീകരമായ എണ്ണമാണെന്ന് ആലോചിച്ചു. ഏതാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60,000 പേര് ഒരു നിയോജകമണ്ഡലത്തിൽ വരികയാണ്. അത്രയ്ക്ക് വലിയ ഭീകരമായ ഒരു എണ്ണമാണ് ഇതിൽ വരുന്നത്, അല്ലേ? അത്രയ്ക്ക് വലിയൊരു എണ്ണം വരിക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുക. അപ്പോൾ അത്രയും വോട്ടുകൾ പല മണ്ഡലങ്ങളിലും കിടക്കുമ്പോഴാണ് ഈ മമതാ ബാനർജി 10,000 വോട്ടിന് 12,000 വോട്ടിന് 15,000 വോട്ടിനൊക്കെ ജയിക്കുന്നത്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഗതി അധോഗതിയാകുമെന്ന് മമതയ്ക്കറിയാം. മമത തീർച്ചയായും ഹാലിളകും. മമത എന്നിട്ട് പറയുന്നത് ഗണേഷ് കുമാർ മര്യാദയ്ക്ക് പെരുമാറുന്നില്ല. അങ്ങേരുടെ ഓഫീസിൽ ചെന്ന് അങ്ങേരോട് പരാതി പറയാൻ ചെന്നിട്ട് അവിടെ ചെന്ന് ഡെസ്കിലടിച്ച് ബഹളം ഉണ്ടാക്കി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും എല്ലാം കൂടെ കിടന്ന് അവിടെ ബഹളം ഉണ്ടാക്കി 5-6 ഈ റോഹിംഗ്യൻസിനെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് 5-6 പേരെ സാമ്പിളിന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗണേഷ് കുമാർ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യാൻ പറയേണ്ടതാണ്. മുഖ്യമന്ത്രിയാണേലും അങ്ങനെ ചെയ്യാമോ?
ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി വേറൊരു പിന്നെ സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മേശക്കടിച്ച് സംസാരിച്ചാൽ അതിനേക്കാൾ വലുതാണ് ഇലക്ഷൻ കമ്മീഷനോട്. അങ്ങനെ ഇലക്ഷൻ അടുത്തിരിക്കെ, ഇലക്ഷൻ നടക്കാൻ എല്ലാം റെഡിയായിരിക്കെ, ഇലക്ഷൻ പ്രോസസ്സിനെതിരെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി പരാതി കൊടുക്കാൻ ചെന്നിട്ട് അവിടുത്തെ ഡെസ്കും ബെഞ്ചും അടിച്ചു പൊട്ടിക്കുന്ന വിധത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ കസേരയിലിരിക്കുന്നവർ പ്രതികരിക്കുക. എന്നിട്ട് പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാപരമായ അല്ല പെരുമാറുന്നത്. അവിടെ പോയി ഗോഷ്ഠി കാണിക്കുകയും പിന്നെ കയ്യൂക്ക് കാണിക്കുകയും ചെയ്തിട്ട് ആ ആള് തന്നെ പറയുകയാണ് ഇരിക്കുന്ന സ്ഥാനത്തിനോടുള്ള വില കാണിക്കുന്നില്ല ഗണേഷ് കുമാർ വില കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് മമത അകത്തായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.